കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും വർഷങ്ങളായി ഒരേ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തെയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക തീരുമാനം. എന്താണാ തീരുമാനം? എന്തുകൊണ്ടാണ് ഈ കാത്തിരിപ്പിങ്ങനെ നീണ്ടുപോകുന്നത്? നമുക്ക് നോക്കാം. അതെ, ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ്? വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റ് അവർക്ക് എന്തെങ്കിലുമൊരു ആശ്വാസം നൽകുമോ? അതോ ഈ പ്രതീക്ഷകളും വെറുതെയാകുമോ? നമുക്ക് ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? എന്താണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാതൽ? എല്ലാവരും സംസാരിക്കുന്ന ഈ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്ഷാമബത്ത DA, അതെന്താണ് സംഭവം? അതെങ്ങനെയാണ് സർക്കാരിന് ഇത്ര വലിയൊരു തലവേദനയായി മാറിയത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണല്ലോ. അപ്പൊ ആ വിലക്കയറ്റം നമ്മുടെ പോക്കറ്റിനെ വല്ലാതെ ബാധിക്കാതിരിക്കാൻ ശമ്പളത്തിന്റെ കൂടെ കിട്ടുന്ന ഒരു എക്സ്ട്രാ തുകയാണിത്. നമ്മുടെ കയ്യിലെ പൈസയുടെ വില കുറഞ്ഞു പോകാതെ നോക്കാനുള്ള ഒരു തരം സാമ്പത്തിക സുരക്ഷാ കവചം. അത്രേ ഉള്ളൂ. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. നിയമപ്രകാരം ജീവനക്കാർക്ക് കിട്ടേണ്ടത് 37% DA ആണ്. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് അവർക്കിപ്പോൾ കിട്ടുന്നത് വെറും 22% മാത്രം. കണ്ടില്ലേ ആ വലിയ വ്യത്യാസം? അതെ, കൃത്യം 15% ഒരു വലിയ ഗ്യാപ്പ്. ഇത് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒരുപോലെ വലയുന്നത്. കാരണം ദൈനംദിന ചെലവുകൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുമ്പോൾ ഓരോ മാസവും അവർക്ക് ന്യായമായി കിട്ടേണ്ട ഒരു വലിയ വിഹിതമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഇത്രയും കാലം അനങ്ങാതിരുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാനൊരുങ്ങുന്നത്? ഇതിന്റെ പിന്നിലെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ചില വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഈ പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നില് പല കളികളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈയടുത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി പാർട്ടിയെ ശരിക്കും ഒന്ന് ചിന്തിപ്പിച്ചു. ജീവനക്കാർക്കിടയിലുള്ള ഈ ദേഷ്യമാണ് വോട്ട് കുറയാനൊരു പ്രധാന കാരണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. പോരാത്തതിന് ഇത് ഈ സർക്കാരിന്റെ അവസാനത്തെ പ്രധാന ബഡ്ജറ്റാണ്. അപ്പോ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ ഇതിലും നല്ലൊരു ചാൻസ് വേറെയില്ല. ഇനി നമുക്ക് കേരളത്തിലെ ഈ അവസ്ഥയെ രാജ്യത്തെ മറ്റ് പ്രധാന സംസ്ഥാനങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പോഴാണ് ഈ പ്രതിസന്ധി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക. സത്യം പറഞ്ഞാല് ഈ കണക്കുകള് നമ്മളെ ശരിക്കും ഞെട്ടിക്കും. DA കുടിശ്ശികയുടെ കാര്യത്തില് കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണ്. ഓർക്കണം, 15%. തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലുമൊക്കെ ഇത് വെറും 1%മേ ഉള്ളൂ. ഗുജറാത്തിലാണെങ്കിലോ കുടിശ്ശികയേയില്ല. അപ്പൊ പിന്നെ കേരളത്തിലെ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിലുമൊക്കെ വിചിത്രമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ ഒരു വേർതിരിവ് നിലനിൽക്കുന്നുണ്ട്. അതായത് ഉയർന്ന പദവിയിലുള്ള IAS IPS ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ നിരക്കിൽ കൃത്യസമയത്ത് DA കിട്ടുന്നുണ്ട്. പക്ഷെ സാധാരണ ജീവനക്കാർക്കും അധ്യാപകർക്കും അത് കൊടുക്കുന്നുമില്ല. ഇത് വലിയൊരു അനീതിയാണെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സങ്കീർണമായ ഈ പ്രശ്നത്തിന് സർക്കാർ എന്തായിരിക്കും ഒരു പരിഹാരമായി മുന്നോട്ട് വയ്ക്കുക? സംസ്ഥാനം നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ തീരുമാനത്തെ എങ്ങനെയാവും ബാധിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. സംസ്ഥാനം ഇപ്പോൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അതുകൊണ്ട് ഈ കുടിശ്ശിക മുഴുവനായി ഒറ്റയടിക്ക് പണമായിട്ട് നൽകാൻ സർക്കാരിന് കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് ഖജനാവിനെ കൂടുതൽ തകർക്കും. അതുകൊണ്ട് സർക്കാർ ആലോചിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇനി മുതൽ മുന്നോട്ടുള്ള മാസശമ്പളത്തിൽ DA കൂട്ടി നൽകും. രണ്ടാമത്തെ കാര്യം, ഇതുവരെ കുടിശ്ശികയായ ആ വലിയ തുകയില്ലേ, അത് ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട്, അതായത് PF അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഈ പണം ഇപ്പോൾ കയ്യിൽ കിട്ടില്ല. പകരം നമ്മുടെയൊക്കെ റിട്ടയർമെന്റ് കാലത്തേക്കുള്ള ഒരു നിക്ഷേപമായി അത് മാറും. ശരി, ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെയും ഏറ്റവും നിർണായകവുമായൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ പറയുന്ന പദ്ധതിയൊക്കെ ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ? അതോ ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടാകുമോ? ജീവനക്കാരുടെ സംഘടനകൾ ഉയർത്തുന്നൊരു വാദമുണ്ട്. അത് വളരെ ശക്തമാണ്, ന്യായവുമാണ്. വിലക്കയറ്റം ഇത്രയും രൂക്ഷമാകുന്ന ഒരു കാലത്ത് DA എന്നത് സർക്കാർ നൽകുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് അവരുടെ ജീവിത നിലവാരം താഴോട്ടു പോകാതെ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അടിസ്ഥാനപരമായ ഒരു അവകാശമാണ്. അപ്പോൾ അവസാനം ഈയൊരു ചോദ്യം ബാക്കിയാവുകയാണ്.
വരാൻ പോകുന്ന സർക്കാർ പ്രഖ്യാപനം ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു യഥാർത്ഥ സാമ്പത്തിക ആശ്വാസം നൽകുമോ? അതോ വെറും കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന കടലാസിലെ മറ്റൊരു വാഗ്ദാനമായി ഇത് മാറുമോ? കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.